കോഴിക്കോട് താമരശ്ശേരിയിൽ മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മകൻ ആഷിഖിന്റെ മൊഴി പുറത്ത്. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയെന്ന് പ്രതി ആഷിഖ് പറയുന്നു. വിവരങ്ങൾ അഭിന പങ്കുവയ്ക്കും. അഭിന, താമരശ്ശേരിയിൽ മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ മകൻ ആഷിഖിന്റെ മൊഴിയാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിയുടെ വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? അതോടൊപ്പം തന്നെ അമ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? വൃന്ദ, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ഏകദേശം പൂർണ്ണമായ നിലയിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ആഷിഖിന്റെ മെഡിക്കൽ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഷിഖിന്റെ നഖം, അതുപോലെ തന്നെ മുടി തുടങ്ങിയവയാണ് ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയി പരിശോധന നടത്തുന്നത്. ഇതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഷിഖ് ഏതൊക്കെ തരത്തിലുള്ള രാസവസ്തുക്കളാണ് അല്ലെങ്കിൽ ലഹരികളാണോ ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ആഷിഖ് ഇപ്പോൾ നമുക്കറിയാം വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കൊലപാതകത്തിന് ശേഷം അതിനേക്കാൾ വലിയ രീതിയിൽ ഒരു ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആഷിഖ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ ഇപ്പോൾ നടപ്പിലാക്കിയത് എന്നാണ് ആഷിഖ് ഇപ്പോൾ പറയുന്നത്. അതുകൂടാതെ തന്നെ നാട്ടുകാരോടും ഈ ഒരു കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ആഷിഖ് പുറത്തേക്ക് ഓടുന്നതിനിടെയാണ് നാട്ടുകാർ പിടികൂടിയത്. ഈ നാട്ടുകാരോട് പോലും പ്രതി പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു: തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താനിപ്പോൾ നടപ്പിലാക്കിയത് എന്നുള്ളതിൽ തന്നെയാണ്. അതിലൊരു കുറ്റബോധവും പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എപ്പോഴും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. നേരത്തെ ഈ പ്രതിയെ മെഡിക്കലിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും പ്രതിക്ക് താൻ ചെയ്തത് വലിയ കുറ്റമാണ് എന്നുള്ള രീതിയിൽ ഒരു മനോഭാവമോ അല്ലെങ്കിൽ ഒരു വിഷമമോ ഈ പ്രതിയുടെ മുഖഭാവങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മൊഴിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചിന്തയിലേക്ക് പ്രതിയെ നയിച്ചത് എന്താണ് എന്നുള്ളതാണ് ഇനി പോലീസിന് അറിയേണ്ടത്. അതിനായിട്ട് പോലീസ് ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളുടെ മൊഴിയും അതുപോലെ തന്നെ നാട്ടുകാരുടെ മൊഴി, നമുക്കറിയാം ഈ ആഷിഖിന്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഈ മാതാവ് പോയിട്ടുണ്ടായിരുന്നത്. അവിടേക്കാണ് പ്രതി എത്തി ഈ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട്, അതായത് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ മൊഴിയായിരിക്കും പ്രധാനമായും ഇതിൽ രേഖപ്പെടുത്തുക. തുടർന്ന് ഈ ആഷിഖിന്റെ ഉമ്മയും താമസിക്കുന്ന താമരശ്ശേരിയിലെ വീട്ടിൽ പോയി അതുപോലെ തന്നെ വീടിന്റെ സമീപത്തുള്ളവരുടെയും എല്ലാം ഒരു കൂടുതലായുള്ള ഒരു പ്രതികരണം പോലീസ് എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ആഷിഖിനോട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും ആഷിഖ് കാര്യമായിട്ടുള്ള ഒരു മറുപടിയും പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോഴും ആഷിഖ് ഉറച്ചിരിക്കുന്നത് തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് എന്ന് തന്നെ ആവർത്തിക്കുകയാണ് ആഷിഖ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഷിഖിന്റെ കുടുംബ പശ്ചാത്തലം, അതുപോലെ തന്നെ ഈ പഠനകാലത്തെ ഈ ആഷിഖിന് മറ്റുള്ളവരുമായുള്ള ബന്ധം, അതുപോലെ തന്നെ ആഷിഖ് പഠിച്ചിരുന്ന സ്ഥാപനം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പോയി ഒരു ആളുകളുടെ മൊഴി എടുത്തേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആഷിഖിന്റെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു ചോദ്യം ചെയ്യൽ എത്തിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്. കാരണം ഈ ആഷിഖിന് എവിടെ നിന്നാണ് ഈ രാസവസ്തു ലഭ്യമായത്, അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേക ഒരു ഉറവിടം ഉണ്ടോ, അത് സുഹൃത്തുക്കളിൽ നിന്നാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇനി ഒരു വ്യക്തത വരുത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഇനി സുഹൃത്തുക്കളിലേക്ക് നീളാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ പ്രതിയെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മെഡിക്കൽ പരിശോധന എല്ലാം പൂർത്തിയായതിനു ശേഷം ഇനി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മറ്റ് നടപടികളെല്ലാം ഉണ്ടായിരിക്കുക. ഈ പ്രതിക്ക് ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ താൻ പരിഹാസ കഥാപാത്രമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേന്ദ്രത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതിന് ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഒരു പക്ഷേ മാധവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇനി പോലീസിന് അറിയേണ്ടിയിരിക്കുന്നത്. അതിന് കൃത്യമായി ഒരു മൊഴി അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു പ്രതികരണം നടത്തേണ്ടത് ആഷിഖ് തന്നെയാണ് എന്നുള്ളതാണ്. കൂടാതെ ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റു ആളുകളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയേക്കും. ശരി അഭിന.